രണ്ട് കൂട്ടർ മനുഷ്യരെ ഇന്നത്തെ ഗോസ്പൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ കൂട്ടർ ഒരു യജമാനൻ പണിസ്ഥലം കൊടുത്ത ചില പണിക്കാരാണ്. യജമാനന് കുറേ ഇടമുണ്ട്, ആ ഇടങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചു, നോക്കിക്കോളാൻ പറഞ്ഞു. അതാണ് ഉത്തരവാദിത്വം. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ യജമാനെ വഞ്ചിച്ചു. ആ പണിസ്ഥലം സ്വന്തമാക്കാമെന്ന് വിചാരിച്ചു. ആ തോട്ടം അവരുടേതാക്കാമെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ അവർ കരുതി അവർ എന്തിനും തുനിയാൻ തീരുമാനിച്ചു. ഏത് അറ്റം വരെയും പോകാൻ അവർ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ യജമാൻ്റെ കൂടെ ഇരുന്ന ഒരു പണിക്കാരനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അവരോട് സംസാരിക്കുക, ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുക. അവൻ പോയി യജമാനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരെ അടിച്ചു. അവനെ അടിച്ചിട്ടാണ് വിട്ടത്. ആ മുറിവുകളോട് കൂടിയാണ് അവൻ യജമാനോടൊന്ന് പറഞ്ഞത്. ഈ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന അടുത്തൊരു യജമാനാണ്. അവനറിയാം മുമ്പ് ഒരുത്തം പോയി അടി വാങ്ങിച്ചിട്ടാണ് വന്നത്. പക്ഷേ യജമാനൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവനും പോയി. അവനും അടിയാണ് കിട്ടിയത്. അടിയോടുകൂടി അവനും വന്നു. അവനും യജമാനെ കുറ്റപ്പെടുത്തിയില്ല. ഇനി യജമാനൻ മൂന്നാമതൊരുവനെ അയച്ചു. ആദ്യം പോയ 2 പണിക്കാർക്കും അടി കിട്ടിയിട്ടുണ്ട്. ഇതവന് നന്നായിട്ടറിയാം. പക്ഷെ അവൻ കൂട്ടത്തോടെ അല്ല പോയത്, ഒറ്റയ്ക്ക് തന്നെ പോയി. യജമാനൻ പറഞ്ഞതല്ലേ, ഒറ്റയ്ക്ക് പോയി. യജമാനു വേണ്ടി അവൻ സംസാരിച്ചു. അവനും അടി കിട്ടി. അവസാനം പ്രിയപ്പെട്ട മകനും പോയി. അവനും ഒറ്റയ്ക്ക് പോയി അടി വാങ്ങിച്ചെന്ന് മാത്രമല്ല, ഒരു കൊന്നുകളഞ്ഞു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഭൂമിയിലെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ചില മനുഷ്യരായിക്കൊള്ളട്ടെ, ചില ജീവിതങ്ങളായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യർ, ചില ആളുകളൊക്കെ ദൈവത്തിൻ്റെതാണ്. നമ്മുടെ സ്വന്തമെന്ന് കരുതി എന്തും ചെയ്യാമെന്നും എങ്ങനെയും പെരുമാറാമെന്ന് ചിന്തിക്കരുത്. രണ്ടാമത്തൊരു കൂട്ടർ ശ്രദ്ധിച്ചിട്ടില്ലേ? യജമാനൻ പറയുന്ന കേട്ട് ആ പണിസ്ഥലത്തിന് വേണ്ടി സംസാരിക്കാൻ പോയ 3 കൃത്യന്മാർ, ഒടുവിൽ ആ മകൻ. ഇവിടെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ? യജമാനെ കണ്ണും പൂട്ടി അനുസരിച്ചവരാണ്. അവർക്കറിയാം ആ സ്ഥലം യജമാനൻ്റെതാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ യജമാനൻ ദൈവമാണ്. ആ ദൈവം ചില മനുഷ്യരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പണിക്കാരാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഓരോ മനുഷ്യരോട് നമ്മൾ ഇടപെടണം. അവരെ ഏറ്റവും പവിത്രതയോടെ കാത്തു സൂക്ഷിക്കണം. ബന്ധങ്ങളെ ഏറ്റവും നിർമ്മലമായി ജീവിതത്തിൽ സൂക്ഷിക്കണം. വേദനിപ്പിക്കാതെ, സ്വന്തമെന്ന് കരുതാതെ, ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തോടു കൂടി. കയ്യിൽ നൽകപ്പെട്ട കുഞ്ഞാണെങ്കിലും, വിവാഹത്തിൽ ആശീർവദിക്കപ്പെട്ട ജീവിത പങ്കാളിയാണെങ്കിലും, ഒരു സമർപ്പിത ജീവിതത്തിൽ അൾത്താര മുമ്പിൽ നൽകിയ വാക്കിലെ സമർപ്പിതരാണെങ്കിലും, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നൽകപ്പെട്ട മനുഷ്യരെ എന്തുമാത്രം പരിചരിച്ച് ഒരു പണിക്കാരനെ പോലെ കാത്തു സൂക്ഷിച്ചെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.